എന്നും ഒരേ ഭക്ഷണം കഴിച്ച് നിങ്ങൾക്ക് മടുത്ത് കാണും അല്ലേ? വഴി ഉണ്ടാക്കാം. നമുക്കിന്നൊരു വെറൈറ്റി സാധനം ട്രൈ ചെയ്യാം. ഇതൊക്കെയാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ആദ്യം കുറച്ച് ലീഫി വെജീസ് എടുത്തിട്ടുണ്ട്. സ്പിനച്ചാണ് കൂടുതലും. പിന്നെ ആവശ്യത്തിന് പൊട്ടറ്റോസ്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ നമ്മൾ കുറച്ച് ചീസ് എടുത്തിട്ടുണ്ട്. ഇച്ചിരി കൂടിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു പൈനാപ്പിൾ സ്ലൈസസ്, അതാണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് എടുക്കുന്ന ഒരു സാധനം. പിന്നെ നമ്മൾക്ക് തക്കാളിയുണ്ട്, പിന്നെ മിൻസ്ഡ് ബീഫും ഉണ്ട്. ആദ്യം തന്നെ ബീഫ് ഡീഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനൊപ്പം നമുക്ക് എല്ലാ സാധനങ്ങളും അരിഞ്ഞു തുടങ്ങാം. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലി കളഞ്ഞിട്ടില്ല, നമ്മൾ വെഡ്ജസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ആ രീതിയിലേക്ക് കട്ട് ചെയ്യുക. എല്ലാം ഒരു ഈക്വൽ സൈസിൽ നമുക്ക് എടുക്കാം. അങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാനിവിടെ ആണെങ്കിൽ ചീസ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യാണ്. ഇത് ചെഡാർ ചീസാണ്. അപ്പോൾ നല്ലപോലെ ഗ്രേറ്റ് ചെയ്ത്, ഞാൻ പറഞ്ഞില്ല ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നുന്നു, പക്ഷേ കുഴപ്പമില്ല, നല്ലതല്ലേ, ചീസ് നല്ലതല്ലേ, അതുകൊണ്ട് ഞാനത് ഫുള്ളിരുന്ന് ഗ്രേറ്റ് ചെയ്യാണ്. ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു. എനിക്കറിയില്ല നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ. ഞാനിങ്ങനെ കട്ട് ചെയ്ത് കളയാൻ എനിക്ക് തോന്നിയില്ല, ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നി. പിന്നെ ആ ഒരു ടൈം ഫ്രെയിമിൽ അബി പൊട്ടറ്റോ ഫുൾ അരിഞ്ഞു കഴിഞ്ഞായിരുന്നു. എന്നിട്ട് ഞാനിരുന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ കുനാന്ന് നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞെടുത്തു. പിന്നെ ഈ വെഡ്ജസിനെ നല്ലപോലെ അറേഞ്ച് ചെയ്ത് നമ്മളൊരു അലുമിനിയം ഫോയിൽ പേപ്പറിൽ അറേഞ്ച് ചെയ്ത് നമ്മളിനി എന്ത് ചെയ്യാൻ പോവാണ്, നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായല്ലോ. നമ്മളിനി ഇതിനെ അവനിൽ വെച്ചിട്ട് നമ്മൾ ഹീറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. നമുക്കൊരു 2 സെറ്റ് ചെയ്യാനായിട്ടുള്ള പൊട്ടറ്റോസ് ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ അവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ആ കണ്ട തക്കാളിക്ക് വേണ്ടി നമുക്കൊരു സംഭവം ഉണ്ടാക്കാം. അപ്പോൾ തക്കാളിക്കുള്ള ഡ്രസ്സിങ് ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് ആദ്യം വിനെഗർ ഒഴിച്ചു, പിന്നെ ഉപ്പ്, ഉപ്പൊക്കെ ആവശ്യത്തിന്, പിന്നെ കുറച്ച് കുരുമുളകും ഒക്കെ ഇട്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെ നമ്മളൊരു മിക്സ് ഉണ്ടാക്കി. ആൻഡ് ആ മിക്സിലേക്ക് കുറച്ച് ബ്രൗൺ ഷുഗറും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാമല്ലോ. എന്താ പറയുക, ഒരു സ്വീറ്റ് ആൻഡ് സോർ പോലത്തെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് നമ്മുടെ തക്കാളി, കട്ട് ചെയ്ത് വെച്ച തക്കാളി മിക്സ് ചെയ്യുക. അപ്പോൾ അത് അവിടെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ നമ്മൾ നല്ലൊരു ബർഗർ പാറ്റി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടി ചോപ്ഡ് ആയിട്ടുള്ള ഗാർലിക് എടുത്തു. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീസണിങ് ആഡ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് കേജുവൻ സീസണിങ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗാർലിക് പൗഡറും നല്ലപോലെ ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം ആ ഒരു ഗാർലിക് ഫ്ലേവറൊക്കെ വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലൊരു പേസ്റ്റ് പരുവത്തിനാക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ബീഫ് നമ്മൾ ആഡ് ചെയ്യുകയാണ്. കുറച്ച് കുരുമുളകും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കാരണം ബീഫും കുരുമുളകും നന്നായിട്ട് പോകല്ലോ. എന്നിട്ട് നമ്മുടെ ബീഫ് നല്ലപോലെ ഇതുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് ബോൾസ് ആക്കി നമ്മൾ കുറച്ച് നേരം സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വെഡ്ജസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും ഒക്കെ മിക്സ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ കുറച്ച് ഒലിവ് ഓയിലും ഒക്കെ ആഡ് ചെയ്തിട്ട് അതും കുറച്ച് നേരം സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച അവനിലേക്ക് നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഓഫ് വെഡ്ജസ് നമ്മൾ ആക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുകയാണ്. അതവിടെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഒരു വെറൈറ്റി, അല്ല ഒരു എക്സ്ട്രാ ഒരു സാധനം നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര നൈസായിട്ട് ഞങ്ങൾ കേട്ടു, അതായത് ബീഫും പൈനാപ്പിളും കൂടെ. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ കൊണ്ടൊരു സൂത്രം ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടി ഈ ക്യാൻഡ് പൈനാപ്പിൾസിനെ നല്ലതായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ഈക്വൽ സൈസസിൽ ചോപ്പ് ചെയ്ത് നമ്മളിടുക. അതിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് ആ ഒരു ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ കട്ട് തിന്നുന്നുണ്ടായിരുന്നു. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് നമ്മളിനി പൈനാപ്പിൾ വെച്ചിട്ടൊരു സോസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ആ ഫുൾ കണ്ടൻറ്റ്, ക്യാനിലെ ഫുൾ കണ്ടൻറ്റ് നമ്മൾ ഇതിലേക്ക് സോസ് പാനിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലപോലെ സോട്ട് ചെയ്യുക. ആൻഡ് ഇതിലേക്ക് നമ്മൾ കുറച്ചൊരു തായ് സ്വീറ്റ് ചില്ലിയും കൂടെ സോസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ ആ ഫ്ലേവർ? ഒരു നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ. ആ പൈനാപ്പിളിൻ്റെ ഒരു സ്വീറ്റ്നെസ്സും ആ തായ് സ്വീറ്റ് ചില്ലി സോസിൻ്റെ ആ ഒരു സ്വീറ്റ്നെസ്സും ആ ഒരു സോർ ടേസ്റ്റും എരിവും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഡിഫറെൻ്റ് ഒരു ഫ്ലേവറാണ് കേട്ടോ. അതും ഈ ബീഫും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾ എന്തായാലും ഡെഫിനറ്റായിട്ട് നിങ്ങൾ വെറൈറ്റി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് കുറേ നേരം നമ്മളിട്ട് ഇളക്കണം കേട്ടോ. ഞാൻ ഇവിടെ ഒരു 3 സ്പൂൺ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് നേരം, ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇതാണ് നമുക്ക് വേണ്ട. ആ വെള്ളം മൊത്തം വറ്റിപ്പോയിട്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരുമ്പോഴത്തേക്കും ഭയങ്കര ക്രീമി ടെക്സ്ചറാണ് കേട്ടോ. അതെടുത്ത് മാറ്റി വെച്ചു. അപ്പോൾ നമ്മുടെ വെഡ്ജസ് ഒരു ട്രിപ്പ് കഴിഞ്ഞു. ആൻഡ് നെക്സ്റ്റ് ട്രിപ്പ് നമ്മൾ ഫുള്ള് സോട്ട് ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് കയറ്റാൻ പോവാണ്. അപ്പോൾ അതും കഴിഞ്ഞതിന് ശേഷം നമ്മുടെ
ബീഫ് കുറച്ച് നേരമായിട്ട് സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയായിരുന്നു. മാരിനേഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ ഇതുപോലെ ഒന്ന് ഫിംഗർ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അതിനെ ഒരു പാറ്റേ ഷേപ്പിൽ നമുക്ക് വേണ്ട ഷേപ്പിൽ വേണ്ട വിധത്തിലൊക്കെ നമുക്ക് എടുക്കാം. നമ്മൾ അത് അവനിൽ വെച്ചിട്ട് എടുത്തു വന്നപ്പോഴത്തേക്കും ഇഷ്ടം പോലെ എണ്ണ വരുമായിരുന്നു. അപ്പോൾ നമ്മൾ ആ എണ്ണയൊക്കെ കളഞ്ഞു നോക്കിയത് ഈ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് തിങ് ചെയ്യാന്ന് വെച്ചാൽ തിരിച്ചും മറിച്ചും നമ്മൾ അവനിൽ ബേക്ക് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഈ ചെഡാർ ചീസും കൂടെ ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചീസ് ഇഷ്ടമാണെങ്കിൽ അത്രത്തോളം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഫൈനൽ പാറ്റേ ഫുൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്റ്റൈലായിട്ടൊക്കെ അതിന് പരത്തിയെടുക്കാം. നമ്മുടെ കുറച്ചുകൂടെ ഒരു ബോൾ പരുവത്തിനായിപ്പോയി, പക്ഷെ കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് പോകാനുള്ളതല്ലേ. അങ്ങനെ നല്ല ഫ്ലേവറും നല്ല കറക്റ്റ് കുക്ക്ഡും ആയിട്ടുള്ള സാധനം നമ്മുടെ വെജീസും പിന്നെ ആ വെഡ്ജസും ഒക്കെ ആയിട്ട് ആ പൈനാപ്പിൾ സോസും ഒക്കെ ആയിട്ട് ഇങ്ങനെ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരിക്കലും നമുക്ക് ഫുഡ് കഴിക്കുന്ന മടുക്കത്തേ ഇല്ല. ഇങ്ങനെ ഡിഫറെൻറ്റ് സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യുമ്പോൾ. പിന്നെ പൈനാപ്പിൾ സോസ് നിങ്ങളിങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് എന്തായാലും താങ്ക്സ് പറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.